നിങ്ങൾ ചോദിച്ചില്ലേ ഈ സോനം വാങ്ചുക്ക് ആരാണെന്നുള്ളത്? ഈ സോനം വാങ്ചുക്ക് എന്ന് പറയണത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലല്ലേ വീട്ടില് ഒരാളൊരു പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയി, ചെറിയൊരു പനിയായിട്ട്, പിന്നെ അയാളുടെ ഡെഡ് ബോഡിയാണ് തിരിച്ചുകൊണ്ടിരുന്നത്. അതേമാതിരി തന്നെ നമ്മുടെയൊക്കെ വീട്ടില് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. രാവിലെ വീട്ടിൽ നിന്ന് പോയിട്ട് വൈകുന്നേരം വരാന്നുണ്ട് പോയിട്ട് ബിൽഡിംഗ് ഒക്കെ പൊളിഞ്ഞു വീണ് അയാൾക്ക് മരണം സംഭവിച്ചാൽ എന്തുണ്ടാവും? ഇങ്ങനത്തെ വിഷയങ്ങൾ എതിർക്കാൻ വേണ്ടിയിട്ട് ഈ നീറ്റ് എക്സാം ഉണ്ട്. നീറ്റ് എക്സാം എന്നൊക്കെ അറിയില്ലേ? നീറ്റ് എക്സാമില് കുട്ടികള് 10-20 കുട്ടികളെ ആത്മഹത്യ ചെയ്തത്. അപ്പോ സ്വാധീനമുള്ള ആൾക്കാര് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ആദ്യം തന്നെ കിട്ടും. അപ്പൊ യോഗ്യതയുള്ള ആൾക്കാർ ഒരിക്കലും ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫോ ആയി വരില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് 20ാമത്തെ ദിവസമാണ് ഹങ്കർ സ്ട്രൈക്ക് എന്ന് പറയും. നിങ്ങള് ആഹാരം എന്ന് പറയും, ഗാന്ധിജിയൊക്കെ നടത്തിയിരുന്ന സംഭവമാണ്. ആ നിരാഹാര സമരം എടുക്കുകയാണ്. ഇതേമാതിരി തന്നെ ഇദ്ദേഹത്തിന്റെ പിതാവും 1984 ചെയ്തിരുന്നു. അതായത് ലഡാക്കിലുള്ള സാധാരണ പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്. അന്ന് ഭരിച്ചിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി 5 ദിവസത്തിന്റെ ഉള്ളിൽ അവിടെ വന്ന്, അന്ന് ഇത്ര സോഷ്യൽ മീഡിയ ഒന്നുമില്ല, 5 ദിവസത്തിന്റെ ഉള്ളിൽ അവിടെ വന്ന് പുള്ളിക്കാരന് ജ്യൂസ് കൊടുത്തിട്ട് ആ പ്രശ്നം പരിഹരിച്ചു. ആ പാവപ്പെട്ട ആൾക്കാർക്ക് പ്രത്യേക പദവി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇപ്രാവശ്യത്തെ ഗവൺമെന്റ് 20 ദിവസമായിട്ടും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ അതിന് ജന്തർ മന്ദറിൽ ഈ 20ാം തീയതി എല്ലാവരും കൂടെ കൂടുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ പറ്റണം അതിൽ സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെയാണെങ്കിലും ഇദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കണം. ഇനി ഈ സോനം വാങ്ചുക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മള് ഈ ലഡാക്കിലും മറ്റേ സിയാച്ചിൻ പ്രവിശ്യകളിലൊക്കെ 30 ഡിഗ്രി 40 ഡിഗ്രി തണുപ്പിലാണ് നമ്മളെ കാത്തുനിന്ന് നമ്മുടെ സൈനികര് അവിടെ കാവല് നിൽക്കുന്നത്. അപ്പൊ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഈ പെട്രോളും ഡീസലും ഒക്കെ കത്തിച്ചിട്ടാണ് അവര് ചൂട് ഉണ്ടാക്കുന്നത്. അപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടാൽ ഇദ്ദേഹം കണ്ടുപിടിച്ച സോളാറിന്റെ ടെന്റ് ഒരു 20 ഡിഗ്രി 15 ഡിഗ്രിയിലൊക്കെ താപനില കറക്റ്റ് ആയിട്ട് നിലനിർത്താം. അത് ഭയങ്കര കണ്ടുപിടുത്തമായി നമ്മുടെ, പ്രത്യേകിച്ച് നമ്മുടെ തണുപ്പ് ഏരിയകളിലെ നമ്മുടെ മറ്റേ മിലിറ്ററിക്കാർക്ക്. അതിന് അദ്ദേഹത്തിന് നമ്മുടെ നോബൽ സമ്മാനം എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഏഷ്യയുടെ നോബൽ സമ്മാനം എന്ന് പറഞ്ഞ മാക്സ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ലഡാക്കില് മറ്റേ ഇവരുടെ ഈ വെള്ളം എപ്പോഴും തണുപ്പാവൂല, അപ്പൊ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ട് വരും. അതിന് പുള്ളി ഒരു ഐസിസ് ട്യൂബാസ് എന്ന് പറഞ്ഞിട്ട് ടെക്നോളജി കണ്ടുപിടിച്ച് അവർക്ക് എപ്പോഴും വെള്ളം എത്തിക്കുന്ന സംഭവങ്ങളുണ്ട്. അത്രയും മിടുക്കാനാണ്. ഇനി പ്രത്യേകിച്ച് നിങ്ങൾ ഈ പുതിയ സമൂഹം ഇദ്ദേഹത്തിന് അറിഞ്ഞിരിക്കണം. അത്ര വലിയ ശാസ്ത്രജ്ഞനാണ്. ഇനി ഇയാൾ ചെയ്യുന്ന പണി എന്തെന്നറിയോ? ഇദ്ദേഹത്തിന്റെ നാട്ടിൽ, അതായത് ഇപ്പോ പഠിത്തമില്ല എന്നൊക്കെ പറഞ്ഞ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പുറത്തായിട്ടുള്ള കുട്ടികളെ ഇദ്ദേഹം അവിടെ കൊണ്ടുപോയിട്ട് സ്കിൽഡ് ആയത് അവർക്കുള്ള കഴിവുകൾ ഇതാക്കിയിട്ടുള്ള സ്കൂളുകളുണ്ട്. അവരൊക്കെ ഭയങ്കരമായിട്ട് ഉയർന്ന സ്ഥലങ്ങളിലും ഒക്കെ എത്തിയിട്ടുണ്ട്. അത്ര നല്ല ശാസ്ത്രജ്ഞനാണ് അദ്ദേഹമാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നിരാഹാരം കിടക്കുന്ന ഹങ്കർ സ്ട്രൈക്ക്? ആർക്ക് വേണ്ടിയിട്ടാ? നമ്മൾക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പൊതുസമൂഹത്തിന്റെ കടമ.